أيها الطلاب الأعزاء مرحبا بكم إلى الدرس الثاني കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ അറബിക് അഡീഷണൽ ലാംഗ്വേജ് കോമൺ പേപ്പറിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് തനവ്വുൽ ഹിന്ദ് വ വഹ്ദതിഹ. നമുക്കതിനെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ ഇക്തിഷാഫുൽ ഹിന്ദ് അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. തനവ്വുൽ ഹിന്ദ് വ വഹ്ദതിഹ എന്ന പേരിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അത് ഒരു 2 പേജിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനെ ഓരോ വരികളും എടുത്ത് ഞാനിങ്ങനെ പറയുന്നില്ല. ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആകുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാമ്പുകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് തദ്രീബാത്തതിൻ്റെ പിന്നിലുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ 3 ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തെ മാറ്റാം. ഒന്ന്, യതഹദ്ദസ് ഹാദൽ ഫസുൽ അനി തനവ്വുൽ ഹാഇൽ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ വളരെ ആശ്ചര്യജനകമായിട്ടുള്ള, ഹാഇൽ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. തനവ്വു എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ, വിവിധ തരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വഹുവ തനവ്വുൻ വാളിഹുൻ വലാഹിറുൻ ലിൽ ജമീ. എല്ലാവർക്കും അത് വ്യക്തമാണ്, പ്രകടമാണ്. തനവ്വുൻ വാളിഹുൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ലാഹിറുൻ ലിൽ ജമീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രകടമായതാണ് ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ. ഖാസത്തൻ ഫിൽ മലാഹിർ അൽ ജസദിയ, ശാരീരികമായിട്ടുള്ള ചില പ്രകടനങ്ങളിൽ പ്രത്യേകിച്ചും. അഥവാ നമ്മൾ ഒരു ഇന്ത്യക്കാരനെ കണ്ടാൽ അത് ഏത് സംസ്ഥാനത്തുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൽ ആദാത്സ്, അവൻ്റെ ശൈലികൾ, വത്തഖാലീദ്സ്, അവൻ്റെ പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, വൽ ഇഖ്തിലാഫാത്ത് ദിഹ്നിയ, ബുദ്ധിപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളും, ഇതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടും ശരീരഭാഷയിൽ തന്നെ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഫൽ ഹിന്ദ്, ഇന്ത്യ എന്ന് പറയുന്നത് തുളുമ്മു ശുഊബൻ തഖ്തലിഫു ഫി ശക്ൽ, രൂപത്തിൽ വ്യത്യാസമുള്ള ഒരു ജനതയാണ്. ഷഅബ്, ശുഊബ് എന്ന് പറഞ്ഞാൽ ഖൗമ്, ജനത, പീപ്പിൾ എന്നൊക്കെയാണ്. തുളുമ്മു, ആ ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നു, അടങ്ങിയിരിക്കുന്നു. ശുഊബൻ തഖ്തലിഫു ഫി ശക്ൽ, രൂപത്തിൽ വ്യത്യസ്ത ഭാവങ്ങളുള്ള മനുഷ്യർ, ജനങ്ങൾ. വൽ മഅ്കൽ, ഭക്ഷണം, പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ. വൽ മൽബസ്, വേഷത്തിൽ പലതരം വേഷങ്ങൾ ധരിക്കുന്നവർ. വല്ലുഗ, ഭാഷയിൽ, സംസാരിക്കുന്ന ഭാഷയിൽ വിവിധ തരം ഭാഷകൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അടങ്ങിയ ഒരു രാജ്യത്തെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, ആ സംസ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് ഭാഷകൾ നമുക്ക് കാണാം, പല വസ്ത്രധാരണകൾ നമുക്ക് കാണാം, പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാം. ചില ജനങ്ങളെ, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ജനങ്ങളെ വേറൊരു രൂപത്തിൽ, നോർത്ത് ഇന്ത്യൻ ജനങ്ങളെ അവരുടെ രൂപം വേറെയായിരിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും ഭക്ഷണത്തിലും വേഷത്തിലും ഭാഷയിലൊക്കെ നിറത്തിലൊക്കെ വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യന്മാരടങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയുന്നത് റഹിമ ഹാദത്തനവ്, ഇങ്ങനെയൊക്കെ വിഭിന്നതകൾ, പലതരങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഹുനാക വഹ്ദത്തുൻ ദാഖിലിയ ബൈന അബ്നാഇൽ ഹിന്ദ്, ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യം എപ്പോഴുമുണ്ട്. അത് നമ്മൾ ഐക്യത്തെ നമുക്ക് ഫീൽ ചെയ്യുക ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോഴാണ്. അവിടെ നമ്മൾ ഒരു ഇന്ത്യക്കാരനെ കണ്ടാൽ ഐ ആം എൻ ഇന്ത്യൻ എന്ന് പറയുന്ന, വി ആർ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു വികാരം അവിടെ പ്രകടിപ്പിക്കാൻ കഴിയും. ഇന്ത്യക്കുള്ളിൽ ഒരു പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ കൂടി അത് പുറത്തെത്തിയാലാണ് അത് കൂടുതൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യൻസ് എന്ന് പറയുന്ന വഹ്ദത്ത്, യൂണിറ്റിയെ നമുക്ക്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. ഹൈസു അന്ന തഗയ്യുറാത്ത് ദീനിയ, മതപരമായ വ്യത്യസ്തതകൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. വിവിധ തരം മതങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ്. വലിജ്തിമാഇയ, വിവിധ തരം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ലം തസ്തത്തി തഗയ്യുർ അൽ ഖിൽഫിയാത്ത് ദിഹ്നിയ വൽ ഫിക്രിയ അൽ അമീഖ ലിൽ ഖൗമി,
പക്ഷെ അവിടെ നമുക്ക് ചിന്താപരമായ അതേപോലെ ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. എല്ലാ ജനങ്ങളും ചിന്ത ഒന്ന് തന്നെയാണ്, അവരുടെ വൈഭവം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ അതിൻ്റെ ഉള്ളടക്കം. മൂന്നാമത്തത് വയുഅബ്ബിർ അൽ കാത്തിബ് അൻ ദഹ്ശതിഹി മിൻ കൈഫിയത്തി ഇഹ്തിഫാലി കുല്ല ഹാദിഹിൽ അഖ്വാം അൽ മുത്തനവ്വിയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ വ്യത്യസ്തതകളുള്ള ഒരു രാജ്യം, ഭാഷ പലതരം, വേഷം പലതരം, ഭക്ഷണം പലതരം, മനുഷ്യൻ്റെ രൂപങ്ങൾ പലതരം, ഇങ്ങനെയൊക്കെ ഭിന്നതകൾ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എങ്ങനെയാണ് ഐക്യത്തെ അല്ലെങ്കിൽ യൂണിറ്റിയെ, വഹ്ദത്തിനെ ഇവർ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് വല്ലാത്ത അത്ഭുതത്തോടു കൂടെയാണ് ഇവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആ ഒരു ഭാവം പ്രകടിപ്പിക്കുന്നത്. വയുഅബ്ബിർ അൽ കാത്തിബ് അൻ ദഹ്ശതിഹി, അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. മിൻ കൈഫിയത്തി ഇഹ്തിഫാലി കുല്ല ഹാദൽ അഖ്വാം അൽ മുത്തനവ്വിയ, ഈ വ്യത്യസ്ത വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ സൂക്ഷിച്ചു പോകുന്നത്. ഉദാഹരണത്തിന് മിസ്ലാൽ ബംഗാളികൾ, അൽ മറാത്ത വൽ കശ്മീരിയീൻ വൽ മലയാലിയീൻ വഗൈറഹും, പല പല ആളുകൾ, ഇവരൊക്കെ ഭാഷകളിലും സംസ്ഥാനത്തെ വ്യത്യസ്തതകൾക്കനുസരിച്ച് ഭാഷാ വ്യത്യസ്തത ഉണ്ട്, ഭക്ഷണത്തിലുണ്ട്, എല്ലാത്തിലും വ്യത്യസ്തതകളുണ്ട്. പക്ഷെ അവർ എല്ലാവരും ഐ മീൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ അവർ വ്യത്യസ്തതകളില്ല. അവരൊക്കെയും ഏകരായിട്ട്, അഥവാ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ ചിന്തയിലും വികാരത്തിലും ജീവിക്കുന്ന ആളുകളാണ്. ബിസീമാതിഹിം അൽ ഖാസ, അവരുടെ പ്രത്യേകതകൾ കൊണ്ടു തന്നെ അവരൊന്നും എന്തിൽ മാറ്റം വരുന്നില്ല. അവരുടെ ഇന്ത്യ എന്ന് പറയുന്ന നാഷണാലിറ്റിയിൽ, ആ വികാരത്തിൽ അവർക്ക് യാതൊരു മാറ്റവുമില്ല. ومع ذلك تشكل كلها كيانا هنديا موحدا يحمل طابعا مميزا ومشتركا من الأخلاق والعقلية. ഇതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇങ്ങനെ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ കൂടി ഇവരൊക്കെയും പങ്കിടുകയും ഇവരൊക്കെയും വഹിക്കുകയും ചെയ്യുന്നത് ത്വാബിഅൻ മുമയ്യസൻ വമുസ്തരിക്കൻ മിനൽ അഖ്ലാഖ് വൽ അഖ്ലിയ, ബുദ്ധിപരമായിട്ടുള്ള സ്വഭാവപരമായിട്ടുള്ള ഒരു പങ്കിടൽ ഇവരൊക്കെ എന്താക്കുന്നുണ്ട്, ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവരെന്താക്കുന്നുണ്ട്, സ്വന്തമാക്കുന്നുണ്ട്. ആ രൂപത്തിൽ, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി യൂണിറ്റി എന്ന് പറയുന്ന വികാരത്തിന് ഇവരൊക്കെയും ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് ഈ ഒരു സന്ദേശമാണ് തനവ്വുൽ ഹിന്ദ് വ വഹ്ദതിഹ എന്ന ചാപ്റ്ററിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒന്നുകൂടെ വിശാലമായിട്ട് ഈ ഒരു ചാപ്റ്ററിനെ സമീപിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ചിന്തയാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത്. അഫ്കാർ ദർസ് അല്ലെങ്കിൽ ഫിക്രത്സ് അദ്ദർസ്, ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചിന്ത, ഈ പാഠം വായിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാത്രം ഇവിടെ കൊടുക്കാം. അൽ വഹ്ദത്തുൽ ഹിന്ദിയ, ഇന്ത്യയുടെ ഐക്യമാണ്, യൂണിറ്റിയാണ്. ഫിക്രത്തുൽ വഹ്ദ കാനത്ത് ദാഇമൻ തുറാവിദ് അൽ അഖിൽ അൽ ഹിന്ദി, ഇന്ത്യൻ ജനതയുടെ ബുദ്ധിയിൽ എന്നും നിലകൊള്ളുന്ന ഒന്നാണ് വഹ്ദത്ത് എന്ന് പറയുന്നത്, ആ ഒരു ചിന്ത. ഹത്ത ഫിൽ അസ്മിനത്തിൽ ഖദീമ, പഴയ കാലം മുതൽ, വൽ വുസ്ത, മധ്യകാലം മുതൽ, ഹത്തൽ ആൻ, ആധുനിക കാലം വരെ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വഹ്ദത്തിൽ അവരൊക്കെയും ഒരേ ചിന്താപരമായി ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പഴയ കാലം മുതൽ ആധുനിക കാലം വരെ ആ ചിന്തയിൽ മാറ്റമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ റവാബിറ്റ്സ് അൽ ഇജ്തിമായ, സോഷ്യൽ ബന്ധങ്ങളാണ്, ലിങ്കുകളാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരു ജനത അടങ്ങിയിട്ടുള്ള നാട്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുള്ളതാണ്. അദീനിയ, വിവിധ തരം മതങ്ങളിൽ വിശ്വസിക്കുന്ന, മതത്തിൻ്റെ ആശയങ്ങൾ, നന്മകൾ മാത്രം പ്രകടിപ്പിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന മതങ്ങളുള്ളത് കൊണ്ടാണ്. അൽ അർഖിയ, പാരമ്പര്യം, നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില പാരമ്പര്യ രീതികളുണ്ട്, അതുള്ളത് കൊണ്ടാണ്. വസഖാഫിയ, കൾച്ചർ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെയാണ് ലഇബത്ത് ദൗറൻ അക്ബർ ഫി തഹ്ഖീഖി നൗഉം മിന തജാനുസ് ബൈന സുക്കാൻ, ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ
ഒരു അകൽച്ചയില്ലാതെ, അല്ലെങ്കിൽ അവൻ വേറെ ഇവൻ വേറെ എന്ന് പറയുന്ന ഒരു തജാനുസ് അതില്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വഹ്ദത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വലിയ റോള് വഹിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് റവാബിത്ത് അൽ ഇജ്തിമാഇയ അദ്ദീനിയ അൽ അർഖിയ വസഖാഫിയ. ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ജനങ്ങൾക്കിടയിൽ ബൈന സുക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന വാസികൾക്കിടയിൽ ഒരു തജാനുസും അഥവാ ഒരു അകൽച്ചയും ഒരു ഭിന്നതകളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഐക്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ എന്ന വികാരത്തിൽ ഇവരൊക്കെ ജീവിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് അൽ ഹിന്ദി, ഇന്ത്യൻ എന്ന് പറയുന്നത് ബിഗല്ലിൻ നദർ, എങ്ങനെ നോക്കിയാലും, ബിഗല്ലിൻ നദർ എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനെ സമീപിച്ചാലും, അൻ മൗഖിഹി അൽ ജോറാഫി, ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ആ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും യശ്ഉറു ദായിമൻ ബി അന്നഹു ജുസ്ഉൻ മിനൽ ഹിന്ദ്, അവൻ എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വികാരം കൊള്ളുന്നവനാണ് ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു വികാരം. ഹത്ത ഗൈറൽ ഹിന്ദൂസ്, ഇന്ത്യ ഹിന്ദുക്കൾ ഒഴികെ, അല്ലദീന എഴുത്തനക്കു ദിയാനാത്ത് ഉഖ്റ, ഹിന്ദുയിസത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഹിന്ദുയിസം അല്ലാത്ത മറ്റുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും, ഇസ്ലാം മസീഹി അങ്ങനെ പറയാനുണ്ടായ കാരണം ഹിന്ദു മതം ഇന്ത്യയുടെ മതമാണ്. എന്നാൽ ക്രിസ്തു മതം, ഇസ്ലാം, ഇനി ഇന്ത്യയിൽ തന്നെ വളർന്നിട്ടുള്ള ബുദ്ധമതം, മറ്റുള്ള മതങ്ങളൊക്കെയും അത് വന്നതാകട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുയിസത്തിനോളം വ്യാപ്തിയില്ലാത്ത പ്രചാരമില്ലാത്ത മതങ്ങളാവട്ടെ, അവരൊക്കെയും വല്ലു യഹ്മിലൂന ഹുവിയ ഹിന്ദിയ, ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി, ഹുവിയ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്, ആ ഒരു ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ ഒരു വികാരം നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള അർത്ഥം. അഥവാ ഹത്ത ഗൈറൽ ഹിന്ദൂസ് അല്ലദീന ഇഅ്തനഖു ദിയാനാത്ത് ഉഖ്റ, മറ്റുള്ള മതങ്ങൾ വിശ്വസിച്ച, ആശ്ലേഷിച്ച, സ്വീകരിച്ച ആളുകൾ, മിസ്ലാൽ മസീഹിയ ക്രിസ്തു മതം, വൽ ഇസ്ലാം മതം, വൽ യഹൂദിയ ജൂതമതം, വൽ മജൂസിയ അതേപോലെ തന്നെ മജൂസി, അങ്ങനെയുള്ള മതങ്ങളൊക്കെ, അഥവാ ഇതൊക്കെ ഈ മതങ്ങളൊക്കെ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. അതിനെ ഇരു കൈയും നീട്ടി ഇന്ത്യക്കാർ സ്വീകരിച്ചു. അവരൊക്കെ ഇവിടെ ജീവിക്കുന്നു. അവരൊക്കെ ഏത് മതക്കാരനാണെങ്കിലും ലല്ലു യഹ്മിലൂന ഹുവിയ ഹിന്ദിയ, ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ വളരെ അഭിമാനത്തോടുകൂടെ സ്വീകരിക്കുന്ന ആളുകളാണ് ഈ മതവിശ്വാസികളടക്കം. മഅ തതവ്വുർ മഫ്ഹൂം അൽ ഖൗമിയ, അടുത്തൊരു നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു വികാരത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. നാഷണാലിറ്റി, ഖൗമിയ. അസ്ബഹ വാളിഹൻ അന്നൽ ഹുനൂദ് ഫിൽ ഖാരിജ് യുശക്കിലൂന മജ്മുഅ ഖൗമിയ മുതമാസിക, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പ്രകടമാണ് ഖൗമിയത്ത് അഥവാ നാഷണാലിറ്റി, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത്. കമാ ഇന്നൽ മുസ്ലിം അൽ ഹിന്ദി, ഒരു ഇന്ത്യൻ മുസ്ലിം യുഅദ്ദു ഹിന്ദിയൻ സവാഅൻ ഫി തുർക്കിയ, അവൻ തുർക്കിയിലാണ് ഇപ്പൊ ജീവിക്കുന്നതെങ്കിലും അവൻ ഇന്ത്യൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഔ ജസീറത്തുൽ അറബി, അല്ലെങ്കിൽ ജസീറത്തുൽ അറബ് ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ മുസ്ലിം ആണെങ്കിൽ കൂടെ അവന് ഇന്ത്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു പോയാലും അകത്ത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ആര് തന്നെയായാലും നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു വികാരം, വഹ്ദത്ത് എന്ന് പറയുന്ന ഒരു ചിന്ത ഇന്ത്യൻ നിവാസികൾക്ക് എന്ത് തന്നെ വ്യത്യസ്തമായാലും, അവരുടെ ഭാഷ, വേഷം, വസ്ത്രം ഒക്കെ എന്ത് തന്നെ ആയാലും ആ ഒരു ചിന്തയും ആ ഒരു ഐഡന്റിറ്റിയും ആ ഒരു വികാരവും ഇല്ലാതെ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു സന്ദേശവും വലിയൊരു ചിന്തയുമാണ് ജവഹർലാൽ നെഹ്റു ഇക്തിഷാഫ് അൽ ഹിന്ദ്, ഇന്ത്യയെ കണ്ടെത്തുക, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. വളരെ വിശാലമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യയുടെ പ്രസക്തിയെക്കുറിച്ചും ഇന്ത്യൻ നിവാസികളുടെ ചിന്തകളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി മുന്നേറുക എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അടുത്തത് തദ്രീബാത്താണ്. അതിൻ്റെ എക്സസൈസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ ഫി ജുംല ഔ ജുംലത്തൈൻ. ഇവിടെ നമ്മൾ അരമാർക്കിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല.
ഇതിൽ അങ്ങനത്തെ ഭാഗങ്ങളല്ലാത്തത് കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അഥവാ നമ്മൾ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യങ്ങളുടെ ഒരു ശൈലിയായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ അജിബനിൽ അസുലത്തിൽ അത്യഫി ജുംല ഔ ജുംലത്തൈൻ, ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, മാതാ യഹ്മിലു ജമിഅൽ അഖ്വാം ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എന്താണ് വഹിക്കുന്നത്, എന്തിനെയാണ് സ്വീകരിക്കുന്നത്, ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കിത് വായിച്ചാൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്ക് കാണാം. അവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ, നമ്മുടെ ചാപ്റ്ററിലെ ഒന്നാമത്തെ പാരഗ്രാഫ് എടുത്താൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വ്യത്യസ്തതകളെക്കുറിച്ചും വേഷം, ഭാഷ, ഭക്ഷണം, രീതികൾ ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് വലാകിന്നഹ ജമീഅൻ തഹ്മിൽ ത്വാബിഅ അൽ ഹിന്ദ് അൽ മുമയ്യസ്, ഇന്ത്യയുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയെ എല്ലാ ആളുകളും ശിരസ വഹിക്കുന്നു എന്ന ഒരു വാചകം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൊടുക്കണമെങ്കിൽ ആ സെൻറ്റൻസ് മാത്രം എഴുതിയത് കൊണ്ട് നമുക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യം വീണ്ടും അവിടെ വരാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിന് ആൻസർ ചെയ്യാം. യഹ്മിലു ജമിഅൽ അഖ്വാം ഫിൽ ഹിന്ദ് സിമാത്തുൻ മുമയ്യിസ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വഹിക്കുന്നത് സിമാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ, മുമയ്യിസ വ്യതിരിക്തമായ വ്യത്യസ്തമായ ചില പ്രത്യേകതകൾ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ലാകിന്നഹ തതശാറകു ഫി ഹുവിയ്യ ഹിന്ദിയ, ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ അവരൊക്കെയും തുല്യരാണ്, അവരൊക്കെയും ഒരുപോലെ പങ്കിടുന്നതാണ്. മൗഹിദത്തൻ തതജല്ല ഫി സഖാഫ, കൾച്ചറിൽ പ്രകടമാകുന്ന ഒരു ഐക്യം, വത്തഖാലീദ് പാരമ്പര്യം, വൽ മുഅ്തഖിദാത്ത് അൽ മുസ്തരിക വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, ഇതിലൊക്കെയും അവർക്കൊരു മൗഹിദത്ത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊക്കെ വഹിക്കുന്നത് താബിഅൽ ഹിന്ദ് അൽ മുമയ്യസ് അല്ലെങ്കിൽ മൗഹിദ എന്ന് നമുക്ക് അവിടെ പറയാം. ഒരൊറ്റ വഹ്ദത്ത് എന്ന കാര്യത്തിൽ ഇവരൊക്കെ ഏകരാണ്, എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ജനതയിൽ നമുക്ക് കാണാൻ പറ്റുക. അതാണ് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു സന്ദേശം നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മതാ യശ്ഉറുൽ ഹിന്ദി ബിൽ ഗുർബ, ഇന്ത്യക്കാരൻ എപ്പോഴാണ് ഒരു അപരിചിതത്വം, ഗുർബത്ത് എന്ന് പറഞ്ഞാൽ അപരിചിതത്വം എന്ന് പറയാം, അതെപ്പോഴാണ് അവർ അനുഭവിക്കുക? യശ്ഉറുൽ ഹിന്ദി ബിൽ ഗുർബ ഇൻദമാ യകൂനു ഖാരിജൽ ഹിന്ദ്, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ, ഞാനൊരു അപരനാണ്, വേറൊരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് വന്ന ഒരു പ്രവാസിയാണ് എന്ന് നമുക്ക് ഒരു അനുഭവം ഉണ്ടാകും. ഇത് തളില്ലു ഹുവിയത്തഹുൽ ഹിന്ദിയ, ആ സമയവും അവനിക്ക് തണലാകുന്നത് അവൻ്റെ ഐഡന്റിറ്റിയാണ്, ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ്. ബാരിസ പ്രകടമാകുന്ന, റഹിമ ഇഖ്തിലാഫിൽ മക്കാൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും, ഇപ്പോൾ സഖാഫത്തിൽ മൊഹീത്തത്ത് ബിഹി അവിടെ വ്യത്യസ്തമായിട്ടുള്ള അവനെ വലയം ചെയ്യുന്ന സംസ്കാരങ്ങളിലാണെങ്കിലും, അഥവാ വ്യത്യസ്തമായ സംസ്കാരങ്ങളിലാണ് അവൻ ജീവിക്കുന്നത് എങ്കിലും അവൻ്റെ ചിന്തയിൽ എപ്പോഴും ഹുവിയത്തുൽ ഹിന്ദിയ എന്ന് പറയുന്ന ഒരു വികാരം അവൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ എവിടെ പുറത്ത്, സ്വാഭാവികമായിട്ടും പുറത്ത് ജോലി ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്യുമ്പോൾ അവനൊരു ഗരീബായിട്ട് മാറും, ഗരീബ് ഗുർബത്ത് അവനിക്കുണ്ടാകും. പക്ഷെ ആ സമയത്തും അവൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒറ്റ ചിന്തയിലായിരിക്കും എന്ന് നമുക്കിവിടെ പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതാ കാല ജവഹർലാൽ നെഹ്റു അനിൽ ഹുനൂദ് അല്ലദീന ഇഅ്തനഖു ദിയാനാത്ത് ഗൈറ ഹിന്ദിയ അസാസിയൻ, ഇന്ത്യയിൽ വന്നിട്ടുള്ള മതങ്ങളല്ലാത്ത മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? അഥവാ ഹിന്ദു മതത്തിലോ ബുദ്ധമതത്തിലോ ജൈന മതത്തിലോ സിഖ് മതത്തിലോ വിശ്വസിക്കാത്ത ക്രിസ്ത്യനാവട്ടെ, മുസ്ലിം ആവട്ടെ, ജൂതനാവട്ടെ, ഇങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ മതങ്ങളിൽ വിശ്വസിക്കാത്ത അഥവാ
പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? ഖാല ജവഹർലാൽ നെഹ്റു ഇന്നൽ ഹുനൂദ് അല്ലദീന യഅ്തനഖു ദിയാനത്ത് ഗൈർ ഹിന്ദിയ മിസ്ല ഇസ്ലാം അവൽ മസീഹിയ ബഖൗ, അവരൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഹുനൂദൻ, ഇന്ത്യക്കാരനായിട്ടാണ്, മിൻ ഹൈസുൽ അഖലിയ, അവന്റെ ചിന്തകളും ബുദ്ധിയും വൈഭവങ്ങളൊക്കെ ഇന്ത്യൻ എന്ന് പറയുന്ന ആശയത്തിലാണ്, വസഖാഫ, അവന്റെ സംസ്കാരവും ഇന്ത്യൻ എന്ന് പറയുന്ന സംസ്കാരത്തിലാണ്, റഗീമ തഗയ്യുർ ദീനിഹിം, വ്യത്യസ്തമായ മതങ്ങളിലാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിലും അവന്റെ കൾച്ചറും ചിന്താപരമായ അവന്റെ എല്ലാവിധ ശേഷികളും ഇന്ത്യക്കാരൻ എന്ന ഒറ്റൊരു ആശയത്തിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു ചാപ്റ്റർ വായിച്ചാൽ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതും ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു വാക്കല്ല പറയുന്നത്, മറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഉക്തുബ് മുദക്കിറത്തൻ അനിൽ ആത്തിയ, താഴെ കൊടുത്തതിൻ്റെ പാരഗ്രാഫ് എഴുതാനാണ്. ഒന്ന്, മഫ്ഹൂം അൽ ഖൗമി അൽ ഹിന്ദിയ കമാ യുബയ്യിനുഹ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു വ്യക്തമാക്കുന്ന, കമാ ബയ്യനഹ എന്നാണ്, കമാ ബയ്യനഹ ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു വിശദീകരിക്കുന്ന ഇന്ത്യൻ ദേശീയത, മഫ്ഹൂം അൽ ഖൗമി അൽ ഹിന്ദി എന്നതിനെ കുറിച്ചൊരു പാരഗ്രാഫ് നിങ്ങൾ എഴുതണം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാപ്റ്റർ മുഴുവനും വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംക്ഷിപ്തമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. യറ ജവഹർലാൽ നെഹ്റു അന്നൽ ഖൗമി അൽ ഹിന്ദിയ ലൈസത്ത് മുജറദ ഫിക്ര സിയാസി, വെറും ഒരു പൊളിറ്റിക്കൽ ചിന്തയല്ല ഖൗമിയ, ദേശീയത എന്ന് പറയുന്നത്. ബൽ ഹിയ ഇഹ്സാസുൻ അമീഖുൻ, അതെന്താണ്? ഇഹ്സാസുൻ അമീഖാണ്, ആഴത്തിലുള്ള ഒരു ഇഹ്സാസാണ്, ഒരു സ്പന്ദനമാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്, ഒരു തിരിച്ചറിവാണ്. ബിൽ ഇന്തിമായി ഇലാ ഹദാറത്തിൻ ഗനിയ മുത്തനവ്വിയ, വ്യത്യസ്തമായ ഏറ്റവും സമ്പന്നമായ ഒരു നാഗരികതയിലേക്ക് ചേരുന്ന അഗാധമായിട്ടുള്ള ഒരു ചിന്തയാണ്, ഒരു ഇഹ്സാസാണ് ഈ ഒരു ദേശീയത എന്ന് പറയുന്നത്. ഗനിയ എന്ന് പറഞ്ഞാൽ സമ്പന്നമായ. ഫഖദ് ജമാഅത്തിൽ ഹിന്ദ് ഇബറൽ ഉസൂർ, കാലഘട്ടങ്ങളിലൂടെ ഇന്ത്യക്കാര് സ്വരുക്കൂട്ടിയതാണത്. മുഖ്തലിഫ ഷുഊബ്, വ്യത്യസ്തമായ ജനങ്ങൾ, വൽ അദിയാൻ, വ്യത്യസ്തമായ മതങ്ങൾ, ഇതൊക്കെ അടങ്ങി വ്യത്യസ്തമായിട്ട് കാലഘട്ടങ്ങളിൽ സ്വരുക്കൂട്ടിയ, ഒരുമിച്ച് കൂട്ടിയ ഒന്നാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. അത് കേവലം ഒരു പൊളിറ്റിക്കൽ ടേം മാത്രമല്ല, ലാക്കിന്നഹ ഹാഫളത്ത് അല വഹ്ദത്ത് ഫിക്രിയ, മാത്രവുമല്ല വഹ്ദത്ത് ഫിക്രിയ അഥവാ യൂണിറ്റി എന്ന് പറയുന്ന ചിന്ത, സഖാഫിയ, കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്ത, അതിൻ്റെ മേൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ജഅലത്തിൽ ജമീ യശ്ഉറൂന ബിൽ ഇന്തിമാ ഇലാ ഹാദിഹിൽ അർള് അൽ അരീഖ, ഈ ഒരു കാലഘട്ടങ്ങളിലായിട്ട് നിലകൊണ്ടിരുന്ന ഈ ഒരു ഭൂമിയിലേക്ക് വന്നു ചേരാൻ ചിന്തിക്കുന്ന ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളും ഒരുപാട് കൾച്ചറുകളും അതിൻ്റെ ഒരു വഹ്ദത്ത്, ഒരു യൂണിറ്റിയാണ് ഇവിടെ ഈ ജനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. രണ്ടാമത്തത് അഫ്കാർ നെഹ്റു അനിൽ ഹിന്ദ്, ഇന്ത്യയെക്കുറിച്ച് നെഹ്റുവിൻ്റെ ചിന്ത എന്തൊക്കെയായിരുന്നു, അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററോ അല്ലെങ്കിൽ പൊതുവെ നെഹ്റുവിനെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാം. ഞാൻ കൊടുത്തിട്ടുള്ളത് കാന നെഹ്റു യുഅ്മിനു ബി അന്നൽ ഹിന്ദ് ലൈസത്ത് മുജറദ് കിയാൻ ജിയോഗ്രാഫി, കേവലം ഒരു ജോഗ്രഫിക് എൻറ്റിറ്റി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം മാത്രമല്ല, ബൽ റൂഹുൻ ഹയ്യത്തുൻ തംബിളു ബിത്തഅദ്ദുദിയ, വൈഭവങ്ങളെ സ്പന്ദിക്കുന്ന ഒരു ജീവനുള്ള ഒരു ആത്മാവാണ്. ബൽഹിയ റൂഹുൻ ഹയ്യത്തുൻ, ജീവനുള്ള ഒരു ആത്മാവാണ്. തംബിളു ബിത്തഅദ്ദുദിയ, വൈഭവത്തെ സ്പന്ദിക്കുന്ന, വൽ ഇൻഫിതാഹ്, വിജയങ്ങളെയും എല്ലാത്തിനെയും സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയെയും. ഫഖദ് റഅ അന്നൽ ഹിന്ദി മഹ്മ ഇഖ്തലഫത് ദിയാനതുഹു വ ഇർഖഹു, ഏത് ഇന്ത്യക്കാരനും അവൻ്റെ ഏത് ഭാഷ ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് പാരമ്പര്യമുള്ളവനാവട്ടെ, യളില്ല മുതഅസ്സിറൻ ബിസഖാഫത്തിൽ ഹിന്ദിയ, അവൻ ജീവിക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറിനെ പുണർന്നുകൊണ്ടാണ്.
വയഹ്മിലു ഫി ദാഖിലിഹി ജുസ്അൻ മിൻ തുറാസിഹ ലരീഖ്. അവൻ അവൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, തുറാസ് എന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് എന്നാണ്, ആ ഒരു പാരമ്പര്യത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യക്കാരൻ, അങ്ങനെ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരൻ ജീവിക്കുന്നത് എന്നാണ് നെഹ്റുവിയൻ ചിന്ത എന്ന് പറയുന്നത്. അവസാന ക്വസ്റ്റ്യൻ, ഉക്തുബ് മഖാലത്തൻ അൻ തനവ്വുൽ ഹിന്ദ് വഹ്ദതിഹ. ഈ ഒരു ചാപ്റ്റർ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഒരു എസ്സേ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു 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 ചാപ്റ്ററാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ നമുക്ക് ചാപ്റ്ററിൽ തന്നെ നോക്കിയാൽ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ചാപ്റ്ററിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല, മറിച്ച് അത് വായിച്ച് അതിൽ നിന്നും മനസ്സിലാക്കി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറുകളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, വായിക്കുക. ശുക്രൻ ജസീലൻ.